ഒന്ന് എന്തുകൊണ്ടാണ് നമ്മളൊരു ടൗൺഷിപ്പ് ഒരു ആശയം ഉണ്ടാകുന്നത്? അവിടുത്തെ ആളുകളുടെ ഒരു വല്ലാത്ത പ്രയാസം പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിലേക്ക് വന്ന് ചൂരൽമലയിലും ദൈവത്തിന്റെ ഞങ്ങൾ ഒറ്റപ്പെടുത്തുകയും പിരിക്കുകയും ചെയ്തു. ഇനി ബാക്കിയുള്ള ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഒറ്റ കേന്ദ്രം എന്ന ആലോചനയിലേക്ക്, അതായത് ഒരു ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് നമ്മൾ വരുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക. എന്നാൽ ചിലർ മറ്റിടങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ പോകേണ്ടതില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ കോസ്റ്റിനെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളാണ് യഥാർത്ഥത്തിൽ ഉയർന്നു വരുന്നത്. കോസ്റ്റ് ഇപ്പോഴും പൂർണ്ണമായി ഫൈനലൈസ് ചെയ്യപ്പെട്ട ഒന്നല്ല. കാരണം 30 ലക്ഷം ഇങ്ങനെ പുറത്തു വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സാധാരണ നിലയിൽ ഇതിന്റെ പ്രോജക്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഒരു വീട് പണിയാൻ എത്ര കാശ്, അത് 2 നില വീട്, അതിനുള്ള തറ, അത് RCC ആണെങ്കിൽ 30 ലക്ഷം രൂപ വരെ വന്നേക്കും എന്ന ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് അവർ പറഞ്ഞു. പക്ഷെ അത് എത്ര വീടുകൾക്ക് എന്ന് നിശ്ചയിച്ചിട്ടില്ല. അതൊരു 500 വീടിനാകുമെങ്കിൽ ഒരു വീടിന് എത്ര കോസ്റ്റ് വരും അത് നിർണയിച്ചിട്ടില്ല, വല്ലാതെ കുറയും. രണ്ടാമത്തെ കാര്യം, ഈ വീടിന്റെ കോസ്റ്റ് വരുമ്പോ ആ ഭൂമിയുടെ ഡെവലപ്മെന്റ് കൂടി ആ കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഭൂമിയുടെ ഡെവലപ്മെന്റ് പൂർണ്ണമായും സർക്കാർ CMDRF നിന്ന് ചെലവഴിക്കാനാണ് നിശ്ചയിച്ചത്.